നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും മറ്റുൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ തീരുമാനിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം. ആമയിഴഞ്ചാൽ തോട്ടിലെ മാലിന്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ച യോഗത്തിലാണ് തീരുമാനം. നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനും സുഗമമായ നടത്തിപ്പിനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ വകുപ്പുകൾ കൂടുതൽ സജീവമാക്കും. ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ സബ് കളക്ടർ ആയിരിക്കും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറായി ചുമതലപ്പെടുത്തുന്നത്. മേജർ ഇറിഗേഷൻ, കോർപ്പറേഷൻ, റെയിൽവേ എന്നീ 3 വിഭാഗങ്ങളുടെയും ഏകോപനം ഇതിൽ ഉറപ്പാക്കും. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കർശന നടപടിയെടുക്കും. പൊതുനിരത്തിലും ജലാശയത്തിലും മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്നതിനുൾപ്പെടെയുള്ള കർശന നടപടികൾ സർക്കാർ സ്വീകരിക്കും. ആമയിഴഞ്ചാൽ രക്ഷാദൗത്യത്തിൽ സാഹസികമായി പങ്കെടുത്ത സ്കൂബ ടീമിനെയും പോലീസിനും മറ്റു പ്രവർത്തകരെയും മുഖ്യമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും കൂടി വരുന്ന സാഹചര്യത്തിൽ അസുഖങ്ങൾ തടയാൻ മാലിന്യം നീക്കം ചെയ്യുന്നത് പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ ദിവസവും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം റെയിൽവേ ഉറപ്പുവരുത്തണം. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒഴുകുന്ന 130 മീറ്റർ നീളമുള്ള ടണൽ ശുചീകരിക്കണമെന്ന് ഇന്ത്യൻ റെയിൽവേയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്രെയിനിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ആഴ്ചയിൽ ഒരിക്കൽ പരിശോധന നടത്തണം. തോടിന്റെ 2 ഭാഗത്തുള്ള അറ്റകുറ്റപ്പണി ഇറിഗേഷൻ വകുപ്പ് നടത്തും. 2000 മീറ്ററിൽ പുതുതായി സ്ഥാപിക്കേണ്ട ഫെൻസിംഗിന്റെ പണി ഉടൻ ആരംഭിക്കും. രാജാജി നഗറിന്റെ മധ്യഭാഗത്തുള്ള പാലത്തിന് സമീപവും നഗർ അവസാനിപ്പിക്കുന്ന ഭാഗത്തും 2 ട്രാഷ് ബൂമുകൾ കോർപ്പറേഷൻ സ്ഥാപിക്കും. രാജാജി നഗർ പ്രദേശത്ത് ശാസ്ത്രീയ ഖരമാലിന്യ പദ്ധതിക്ക് കണ്ടെത്തിയ സ്ഥലത്ത് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. മെറ്റൽ മെഷൽ മേജർ ഇറിഗേഷൻ വകുപ്പ് സ്ഥാപിക്കും. മാലിന്യ സംസ്കരണ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ നേതൃത്വത്തിൽ പരിശീലനവും ആവശ്യമായ സുരക്ഷാ ക്രമീകരണവും നൽകും. 40 AI ക്യാമറകൾ സ്ഥാപിക്കും. ഇവയെ പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കും. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും. രാജാജി നഗറിൽ നിലവിലുള്ള തുമ്പൂർമൊഴി യൂണിറ്റുകൾ പ്രവർത്തനക്ഷമമാക്കി അധികമായി വരുന്ന മാലിന്യം അംഗീകൃത ഏജൻസികൾക്ക് കൈമാറും. അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് മിനി MCF കണ്ടെയ്നറുകൾ സ്ഥാപിക്കും. KSRTC തമ്പാനൂർ ബസ് ഡിപ്പോയിലെ സർവീസ് സ്റ്റേഷനിൽ നിന്നുള്ള മലിനജലവും മറ്റ് ഖരമാലിന്യങ്ങളും ആമയിഴഞ്ചാൽ തോടിലേക്ക് തള്ളുന്നത് ഒഴിവാക്കുന്നതിന് ഇൻഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനങ്ങളും ക്രമീകരിക്കുമെന്ന് KSRTC നിർദ്ദേശം നൽകി. പ്ലാമൂട്, കോസ്മ ആശുപത്രി, കണ്ണുമൂല, പാറ്റൂർ എന്നിവിടങ്ങളിലെ കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നും ഓവർഫ്ലോ വെള്ളം ഒഴുകുന്നത് തടയാൻ നടപടി സ്വീകരിക്കുമെന്നും നിർദ്ദേശിച്ചു. മൃഗശാലയിൽ മലിനജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തിപ്പിക്കണമെന്നും ഖരമാലിന്യ സംസ്കരണത്തിന് സംവിധാനം ഒരുക്കണമെന്നും നിർദ്ദേശിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡ് പഠനത്തിൽ ചൂണ്ടിക്കാണിച്ചത് പ്രകാരം ആമയിഴഞ്ചാൽ തോടിന് സമീപമുള്ള വീടുകളിലെ മലിനജലം തോടിലേക്ക് എത്തുന്നത് ഒഴിവാക്കാൻ കർശന നടപടികൾ കൈക്കൊള്ളും. KSRTC തകരപ്പറമ്പ്, പാറ്റൂർ, വഞ്ചിയൂർ, ജനശക്തി നഗർ, കണ്ണമൂല എന്നിവിടങ്ങളിലെ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിലെ മലിനജലം ആമയിഴഞ്ചാൽ തോടിലേക്ക് ഒഴുകുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കും. നീർച്ചാലുകളുടെ സംരക്ഷണവും പരിപാലനം, മേൽനോട്ടം എന്നിവയ്ക്കായി ജനകീയ പരിപാടി ആസൂത്രണം ചെയ്യും. ഇതിനായി നീർച്ചാൽ കമ്മിറ്റികൾ രൂപീകരിക്കൽ, കുട്ടികളുടെ മേൽനോട്ടത്തിൽ നീർച്ചാൽ പരിപാലനം മുതലായ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യും. വെള്ളം കടലിൽ ഒഴുകിയെത്തുന്നതിന് നീരൊഴുക്ക് സുഗമമാക്കും. ഓൺലൈനായി ചേർന്ന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത്, തൊഴിൽ, കായികം, റെയിൽവേ, ആരോഗ്യം, ജലവിഭവ വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട MLA മാരും തിരുവനന്തപുരം മേയറും പങ്കെടുത്തു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷണൽ മാനേജറും യോഗത്തിലുണ്ടായിരുന്നു. എന്തൊക്കെയായാലും കേരളത്തിലെ മാലിന്യ നിർമ്മാർജ്ജനം ശക്തമാക്കേണ്ടത് അത്യാവശ്യമാണ്. പുഴകളിലും തോടുകളിലും മാത്രമല്ല, പാടങ്ങളിലും വഴിയരികളിലും വേസ്റ്റ് ഇടുന്നവരെ കണ്ടുപിടിച്ച് ശിക്ഷ നൽകണം. പുതിയ നടപടികൾ എന്താണെങ്കിലും അതൊരു നല്ല തുടക്കം തന്നെ ആകട്ടെ.